Hello everyone. Today we are going to discuss physics in a rotating coordinate system. So നമ്മൾ ഇതുവരെ ട്രാൻസ്ലേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിച്ചത്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിലൊക്കെ റെസ്റ്റ് ഫ്രെയിമും അതുപോലെ ട്രാൻസ്ലേറ്റിംഗ് ഫ്രെയിമും അതിൻ്റെ ഏതെങ്കിലും ഒരു ആക്സിസ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിമും റെസ്റ്റുള്ള ഫ്രെയിമും തമ്മിൽ ഇക്വേഷൻസ് ഓഫ് മോഷനും ലോസ് ഓഫ് മോഷനൊക്കെ എങ്ങനെയാണ് വാരി ചെയ്യുന്നത്, എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് ഇക്വേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ നമ്മൾ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു റെസ്റ്റ് ഫ്രെയിമും നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയാം. പിന്നെ അടുത്ത ഫ്രെയിം ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ വരുന്നു, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, ഇക്വേഷൻസ് ഓഫ് മോഷൻസ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആൻ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം to a rotating system is fundamentally different from the transformation to a translating system. ഡിഫറെൻ്റ് ആണ്. ട്രാൻസ്ലേറ്റിംഗ് സിസ്റ്റം ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഇവിടെ അതേപോലെ അല്ല, ട്രാൻസ്ലേറ്റിംഗ് ഫ്രെയിമിനെ പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. A coordinate system translating uniformly relative to an inertial system is also inertial. Laws of motion are also unaffected. Okay, അപ്പോൾ in the case of a translating uniformly translate ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇനേർഷ്യൽ സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുമ്പോൾ റിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതും ഇനേർഷ്യലായിരിക്കും. അപ്പോൾ യൂണിഫോമായിട്ടാണ് അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ആവുന്നത്. യൂണിഫോം വെലോസിറ്റിയിലാണ് ഒരു ട്രാൻസ്ലേറ്റിംഗ് ഫ്രെയിം മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ യൂണിഫോമിലി മൂവ് ചെയ്യുന്ന ഫ്രെയിമും ഇനേർഷ്യലായിരിക്കും. ഓക്കെ, പക്ഷേ but in the case of uniformly rotating system it is non-inertial. അപ്പോൾ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂണിഫോം വെലോസിറ്റിയിൽ യൂണിഫോംലി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്നാണ് പറയുന്നത്? നോൺ ഇനേർഷ്യൽ ആണെന്നാണ്. ഇറ്റ് ഈസ് നോൺ ഇനേർഷ്യൽ. ഓക്കെ, സോ റൊട്ടേഷണൽ മോഷൻ ഈസ് accelerating motion and there involves fictitious force when referred to a rotating reference frame. അപ്പോൾ നമ്മളിവിടെ പറയുന്നതും ഇവിടെ ഇത് ആക്സിലറേറ്റിംഗ് മോഷനാണ്. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേറ്റിംഗ് മോഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആക്സിലറേറ്റിംഗ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ്, ആക്സിലറേറ്റിംഗ് ഫ്രെയിമാണ്. സോ ഇവിടെയും ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഹിയർ ദ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഡു നോട്ട് ഹാവ് ദ സിമ്പിൾ ഫോം ആസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇറ്റ് ഇൻവോൾവ്സ് സെവറൽ ടേംസ്. However, rotating coordinate system can be very useful and helpful. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസ്ലേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിലൊക്കെ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് -ma ആണ്. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം ആയിരുന്നു, അല്ലേ? ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ ഇൻറ്റു പാർട്ടിക്കിളിൻ്റെ മാസാണ് അവിടെ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു സിമ്പിൾ ഫോം അല്ല. ഗ്രാവിറ്റേഷൻ ഫീൽഡ് പോലെ mg അതുപോലുള്ള ഒരു ഫോഴ്സ് അല്ല ഇവിടെ വരുന്നത്. ഒരുപാട് ടേംസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ ആക്സിലറേഷനിൽ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ടേംസാണ് കമ്പയർഡ് ടു
ട്രാൻസ്ലേഷണൽ മോഷൻ ആ ഒരു കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നമ്മൾ വൺസ് ഇത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, if a particle of mass m is accelerating at rate a with respect to inertial coordinates and at rate a rotational with respect to a rotating coordinate system, then the equation of motion in the inertial system is. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് എം, അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എ ആണ്. ഇനീഷ്യൽ ഫ്രെയിമിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ ഫ്രെയിമിനെ റെസ്പെക്ട് ടു അതിൻ്റെ ആക്സലറേഷൻ സ്മോൾ എ ആണ്. അതുപോലെ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എ റൊട്ടേഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഇനീഷ്യൽ ഫ്രെയിമിലുള്ള അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് F = ma ആണ്. അത് നമുക്കറിയാം, ഇത് ഇനീഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, so in a rotating system F rotational is equal to m into a rotational. അതായിരിക്കും അതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ അതിൻ്റെ ഫോഴ്സ് ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഉള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് m into a rotational ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് എഴുതാം, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ എ റൊട്ടേഷൻ നമുക്കറിയില്ല. ഇഫ് ദ ആക്സിലറേഷൻ ഓഫ് m in the two systems are related by a is equal to a rotational plus a, where a is the relative acceleration. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു മാസുള്ള ഈ ഒരു പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബോഡിയുടെ ആക്സിലറേഷൻ ഇൻ ഇനേർഷ്യൽ ആൻഡ് ഇൻ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു റൊട്ടേഷണൽ ഫ്രെയിമിലുള്ള ആക്സിലറേഷൻ പ്ലസ് എ എന്ന് പറയുന്നത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റിലേറ്റീവ് ആക്സിലറേഷൻ. സോ എഫ് റൊട്ടേഷണൽ ക്യാൻ ബി റിട്ടൺ ആസ് എഫ് റൊട്ടേഷണൽ ഇസ് ഈക്വൽ ടു, നമ്മൾ എ റൊട്ടേഷണലിൽ നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ റൊട്ടേഷണലിൽ എ റൊട്ടേഷണൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ ഒരു ടേമിന് എ റൊട്ടേഷണൽ ഇസ് ഈക്വൽ ടു എ മൈനസ് എ എന്ന് വരും. സോ എഫ് റൊട്ടേഷണൽ ഇസ് ഈക്വൽ ടു എ മൈനസ് എ എന്ന് വരും. അപ്പോൾ നമുക്കറിയാം എം എ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സാണ്. അപ്പോൾ എഫ് പ്ലസ് നമുക്കറിയാം മൈനസ് എം എ എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് ആണ്. അതുകൊണ്ടാണ് മൈനസ് എം എക്ക് ഞാൻ പ്ലസ് ഫിക്റ്റീഷ്യസ് എന്ന് എഴുതിയത്. ഓക്കെ, എഫ് റൊട്ടേഷണൽ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എഫ് ഫിക്റ്റീഷ്യസ് എന്ന് വരും. സോ ഹിയർ എന്ത് ചെയ്യണം, നമുക്ക് എ എന്താണെന്നറിയില്ല. ട്രാൻസ്ലേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ എ നമുക്ക് എന്താണ് ട്രാൻസ്ലേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആക്സലറേഷനാണെന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് എ കണ്ടുപിടിക്കാൻ റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആക്സലറേഷനാണ്. വി ഹാവ് ടു ഫൈൻഡ്. സോ നമുക്ക് എ കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഫൈൻഡ് എ ട്രാൻസ്ഫോർമേഷൻ റൂൾ റിലേറ്റിംഗ് ദ ടൈം ഡെറിവേറ്റീവ്സ് ഓഫ് എനി വെക്റ്റർ ഇൻ ഇനേർഷ്യൽ ആൻഡ് റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈം ഡെറിവേറ്റീവ് എ ആണ്, ആക്സലറേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൊസിഷൻ വെക്റ്ററിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കാം. വീണ്ടും ടൈം ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും. ഇനേർഷ്യൽ സിസ്റ്റത്തിലും അതിനെ കണക്ട് ചെയ്തിട്ട് റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിലെ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിലെയും വെക്റ്ററിനെയും കൺസിഡർ ചെയ്തിട്ട് ടൈം ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലേ. ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ റൂള് കണ്ടുപിടിച്ചാൽ മതി. നേരത്തെ നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ പഠിച്ചതുപോലെ ഇവിടെ ഇനേർഷ്യൽ സിസ്റ്റത്തിലെ ഒരു പൊസിഷൻ വെക്റ്ററിനെ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിലെ പൊസിഷൻ വെക്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ റൂള് കണ്ടുപിടിച്ചിട്ട് അത് റിലേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് എയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡിനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. Okay, first we find the relation between the velocity of a particle measured in an inertial system v inertial and the velocity measured in a rotating system v rotational.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ ഒരു റിലേഷൻ കണ്ടുപിടിക്കുന്നു. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ, നമ്മുടെ കൺസിഡർ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇൻ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കും, വി ഇനേർഷ്യൽ, ആൻഡ് വെലോസിറ്റി മെഷേർഡ് ഇൻ റൊട്ടേറ്റിംഗ് സിസ്റ്റം. റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൽ എന്താണ് അതിൻ്റെ വെലോസിറ്റി എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈം ഡെറിവേറ്റീവ് ആൻഡ് റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം ഡെറിവേറ്റീവ് ആണ് നോക്കുന്നത്. മെത്തേഡ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ആക്സലേഷൻ കണ്ടുപിടിക്കുന്നു, ഇത് റിലേറ്റ് ചെയ്യുന്നു, റൊട്ടേഷൻ സിസ്റ്റത്തെ അതിൻ്റെ ഇതേ വെക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഹിയർ വി ആർ ഓൺലി കൺസിഡറിങ് പ്യുവർ റൊട്ടേഷൻ വിത്തൗട്ട് എനി ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്യുവർ റൊട്ടേഷൻ മാത്രമാണ്. ഓക്കെ, ട്രാൻസ്ലേഷൻ ഇല്ലാത്ത റൊട്ടേഷനാണ്. ജസ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തിന് ദർ ഈസ് നോ ട്രാൻസ്ലേഷൻ, മൂവ് ചെയ്യുന്നില്ല, നിന്നിട്ട് കറങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, so consider a rotating system x dash or x prime, y prime, z prime whose origin coincide with the origin of an inertial system x, y, z. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് ഡാഷ്, എക്സ് പ്രൈം, വൈ പ്രൈം ആൻഡ് സെഡ് പ്രൈം ആണ്. നമ്മുടെ ഇനേർഷ്യൽ സിസ്റ്റം എക്സ്, വൈ, സെഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒറിജിൻ കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒറിജിൻ കോയിൻസൈഡ് ചെയ്യുന്നു. ഫോർ ദ സേക്ക് ഓഫ് ദി ആർഗ്യുമെൻറ്റ് that the system x prime, y prime, z prime system is rotating so that the z and z prime axis always coincide. അതായത് കൺസിഡർ ചെയ്യുക, നമ്മളൊരു ആക്സിസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ സെഡ് ആക്സിസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ സെഡ് ആക്സിസ് എന്താ ചെയ്യുന്നത്, ഈ സെഡ് ആക്സിസിൻ്റെ ബാക്കി ഇത് എക്സ് വൈ പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഡയറക്ഷൻ സെഡ് ആക്സിസും ഈ പേപ്പറിൻ്റെ പ്ലെയിൻ എക്സ് വൈ ആക്സിസും ആണെങ്കിൽ ഈ എക്സ് വൈ ആക്സിസ് മാത്രമാണ് മൂവ് ചെയ്യുന്നത് എബൌട്ട് സെഡ് ആക്സിസ്. സെഡ് ആക്സിസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇത് മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഒരു സേക്ക് ഓഫ് സിംപ്ലിസിറ്റിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെഡ് ആക്സിസ് ആയിട്ട് എടുക്കുന്നത്, പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് പേപ്പർ, ആൻഡ് ദിസ് പ്ലെയിൻ ഓഫ് പേപ്പർ ദിസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സിസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്ലെയിനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ കോയിൻസൈഡ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് ഫ്രെയിമിൻ്റെയും, അതായത് പ്രൈംഡ് ഫ്രെയിമിൻ്റെയും അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെയും റൊട്ടേറ്റ് ചെയ്യാത്ത ഫ്രെയിമിൻ്റെയും സെഡ് ആക്സിസ് കോയിൻസൈഡ്, സെഡ് ആക്സിസ് സെയിം ആണ്, സെഡ് ആക്സിസ് കോയിൻസൈഡ് ആയിട്ടുള്ളത്. പക്ഷേ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ടൈമിനനുസരിച്ച് ഇതിൻ്റെ എക്സ് വൈ ആക്സിസ് ആണ് മാറിക്കൊണ്ട് നിൽക്കുന്നത്. ഇതാണ് ഒരു കാര്യം, അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ thus the angular velocity of the rotating system is omega. നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും അതിന്. അതുകൊണ്ട് അത് നമ്മൾ ഒമേഗ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു നൊട്ടേഷനാണ് ഉപയോഗിക്കുന്നത്, ഒമേഗ എന്നാണ് റീഡ് ചെയ്യുക. ഒമേഗ ലൈസ് അലോങ് സെഡ് ആക്സിസ്. അപ്പോൾ ഒമേഗ ഏത് ഡയറക്ഷനിലായിരിക്കും, ഏത് ഡയറക്ഷനിലാണോ റൊട്ടേഷൻ വരുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡിറക്ഷൻ വരുന്നത്. ഇറ്റ് ഈസ് അലോങ് സെഡ് ആക്സിസ്. ഓക്കെ, ക്ലിയർ. So furthermore, let the x and x dash axis coincide instantaneously at a time t. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ് ആക്സിസ് ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ്ലി എന്ത് ചെയ്യും, ടൈം ടി എന്ന് പറയുന്ന ടൈമിൽ എന്ത് ചെയ്യും, കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഓരോ റൊട്ടേഷൻ കഴിയുന്നതിനനുസരിച്ച് എക്സ് ആക്സിസും എക്സ് പ്രൈം ആക്സിസും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ അസ്യൂം ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് എക്സ് ആക്സിസുകൾ തമ്മിൽ ചില സമയങ്ങളിൽ കോയിൻസൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, so imagine that a particle has position vector r of t in the xz plane and in the and x dash z prime, x prime and z prime
in the rotational coordinate system at time t. So ടൈം ടിയിൽ എന്താണ് എക്സഡ് പ്ലെയിനിലാണ് നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്റ്റർ കൺസിഡർ ചെയ്യുന്നത്. പാർട്ടിക്കിൾ ഹാസ് പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഇൻ ദ എക്സഡ് പ്ലെയിൻ. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എക്സഡ് പ്ലെയിനിലാണ് നമ്മൾ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്റ്റർ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, എക്സ് ഡാഷ് സെഡ് പ്രൈം അല്ലെ, എക്സ് പ്രൈം സെഡ് പ്രൈം എന്ന പ്ലെയിനിലായിരിക്കും ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. ഇനി അറ്റ് ടൈം ടി, at time t plus delta t, the position vector is r of t plus delta t. ഇനി ഫിഗർ നോക്കാം. അപ്പോൾ ഇതാണ് ഫിക്സഡ് ഫ്രെയിമായിട്ട് വരച്ചിരിക്കുന്നത്. ഇത് ഇനേർഷ്യൽ ഫ്രെയിമാണ്. ഫിഗർ 1 പറഞ്ഞത് ഇനേർഷ്യൽ ഫ്രെയിമാണ്. അപ്പോൾ എക്സഡ് പ്ലെയിനിലാണ് നമ്മൾ പൊസിഷൻ വെക്റ്റർ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർ ഓഫ് ടി ആണ് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ. ഇനി അത് ടി എന്ന് പറഞ്ഞ ടൈമിലാണ്. ഇനി ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈമിൽ ഇതിൻ്റെ പൊസിഷൻ വെക്റ്റർ ഇവിടെയാണെന്ന് വിചാരിക്കുക, ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി. ഓക്കെ, സോ ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ ഇനീഷ്യൽ സിസ്റ്റം. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി, ആർ പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി എന്ന് വരും. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? സോ ഇൻ എ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം ദ ഡിസ്പ്ലേസ്മെൻറ്റ് the position vector r prime of t in x prime y prime plane changed to delta r prime such that delta r prime is equal to r of t plus delta t minus r prime of t plus t. r prime of, ഇനിയിപ്പോൾ ഇത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പൊസിഷൻ വെക്റ്റർ ചേഞ്ച് ചെയ്യുന്നത് അത് നമുക്ക് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ഇതാണ് എക്സ് പ്രൈം, ഇത് റൊട്ടേറ്റ്, ഇതാണ് അതിൻ്റെ ഒറിജിനലായിട്ടുണ്ടായിരുന്നത്, അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ഇതായിരുന്നു പൊസിഷൻ വെക്റ്റർ. ആർ പ്രൈം ഓഫ് ടി എന്നെടുത്തു, അത് ചേഞ്ച് ടു ആർ പ്രൈം ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആണ്. ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ ടൈമിൽ. അപ്പോൾ അതിൻ്റെ ചേഞ്ചിങ് വെക്റ്റർ നമുക്ക് നേരത്തെ എഴുതുപോലെ തന്നെ എഴുതാം. ഡെൽറ്റ ആർ പ്രൈം ഇസ് ഈക്വൽ ടു ആർ പ്രൈം ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ പ്രൈം ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഫിഗർ 1 and 2 രണ്ടിൽ നിന്നും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ഒരുമിച്ച് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫിഗർ വരിക. നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്യാത്ത ഇനീഷ്യൽ ഫ്രെയിമും വരച്ചിട്ടുണ്ട്, റൊട്ടേറ്റിംഗ് ഫ്രെയിമും വരച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും എക്സ് വൈ പ്ലെയിനിൽ ഇത് ആർ ഓഫ് ടി, ഇത് ആർ പ്രൈം ഓഫ് ടി പൊസിഷൻ വെക്റ്റർ ചേഞ്ച് ടു ഡെൽറ്റ, ചേഞ്ച് ടു ആർ പ്ലസ് ടി പ്ലസ് ഡെൽറ്റ ആൻഡ് ആർ പ്രൈം ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഇത് ഡെൽറ്റ ആർ ആൻഡ് ഡെൽറ്റ ആർ പ്രൈം, ഇത് രണ്ടിനും കൂടി എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു നമ്മളിങ്ങനെ വരയ്ക്കഴിഞ്ഞാൽ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഡെൽറ്റ ആർ പ്രൈം പ്ലസ് ഡെൽറ്റ ആറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ ഇത് നമുക്കങ്ങനെ എഴുതാം, ഇത് പ്ലസ് ഈ ഒരു വെക്റ്റർ എന്ന് എഴുതാം. ഈ ഒരു വെക്റ്റർ എന്താണ്? ഈ വെക്റ്റർ എന്ന് പറയുന്നത് ആർ പ്രൈം ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ദിസ് പ്ലസ് ഈ വെക്റ്റർ എന്ന് എഴുതാം. ഈ വെക്റ്റർ എന്ന് പറയുന്നത് ഡെൽറ്റ ആർ പ്രൈം, ദിസ് വെക്റ്റർ ഈസ് ആർ പ്രൈം ഓഫ് ടി മൈനസ് ആർ ഓഫ്. അപ്പോൾ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ പ്രൈം പ്ലസ് ഈ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.